ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. ഹൈറായിട്ട് പോകുന്നു. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ആരെപ്പറ്റി പറയാനറിയാം നിങ്ങൾക്ക്? നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കേട്ടിട്ട് സുപ്രധാനമായിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കൂട്ടരെ പറ്റിയാട്ടോ. അതായത് നമ്മുടെ നാടും നമ്മുടെ രാജ്യവും നെടുംതൂണായി നിന്നുകൊണ്ട് താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു കൂട്ടർ, അവരുടെ ഒരു കാര്യങ്ങൾ പറയാനാട്ടോ വന്നത്. അതാരാന്നറിയേണ്ടത് നിങ്ങൾക്ക്? അതാണ് നമ്മുടെ പ്രവാസികൾ. ഒരു പ്രവാസി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ഓൻ വലിയ പണക്കാരനാണ്, ഓൻ ഗൾഫുകാരനാണ്. ഇവിടെ ഒരു കല്യാണം ഉണ്ടായാൽ എന്താ പറയുക, നമ്മളാ ഇവനൊക്കെ ഉണ്ടല്ലോ അവിടെ, ഓനോടൊക്കെ ഒന്ന് അറിയിച്ചാണ്. ഓനൊക്കെ എന്തെങ്കിലുമൊക്കെ തരും നമുക്കേ. പ്രതീക്ഷ, അതല്ലേ നമ്മുടെ നാട്ടിലെ പ്രതീക്ഷ. സ്വന്തത്തിലൊരു കല്യാണം ഉണ്ടെങ്കിൽ ഓനൊന്ന് അറിയിച്ചാണ്. അവരൊക്കെ ഒന്ന് അറിയിക്കട്ടോ. കല്യാണം വിളിക്കാൻ വരുമ്പോൾ നമ്മളെ വീട്ടിൽ വരാൻ പറയും, നമ്മളെ കുട്ടിൻ്റെ ആണ് കേട്ടോ, ഓരോന്നറിയിക്കും, മറ്റോരൊന്നറിയിക്കും, ഓനൊന്നറിയിക്കും, ഓളെന്നറിയിക്കും. അതാണ് പ്രവാസി. അപ്പോൾ ആ പ്രവാസികളിൽ രണ്ട് വിഭാഗമുണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ. എൻ്റെ 10-15 കൊല്ലത്തെ പ്രവാസി ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് ഞാൻ പ്രവാസികളെ കാണുന്നത്. 2 അല്ല 3 പറയണം. എൻ്റെ ഇടത്തരക്കാരുണ്ട് ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടരെന്ന് പറയുന്നവർ ഇവിടുന്ന് നമ്മൾ നല്ല വിദ്യാഭ്യാസമായിട്ടും നല്ല സാമ്പത്തികമായിട്ടും അവിടെ പോയി നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് നമ്മളെ യൂസഫ് സാറിനെ പോലെയൊക്കെ മെച്ചപ്പെട്ട് ഗൾഫ് കീഴടക്കിയവർ. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്ന പ്രവാസികളാരാ? അതിൻ്റെയൊക്കെ ഇടയിൽ ചെറുകിട ബിസിനസ്സുകൾ ചെയ്ത് കുടുംബങ്ങൾ സംരക്ഷിച്ച് അവരുടെ ഒരു നില മെച്ചപ്പെടുത്തിയവർ. ഈ പിന്നെ 2 ഐറ്റം, അങ്ങനെ അതും ഒരു പ്രവാസി ഒരു ഐറ്റം തന്നെ. പിന്നെ ഒരു ഐറ്റം പ്രവാസികളുണ്ട് കേട്ടോ. ചെറിയ കടകൾ നടത്തിയിട്ടും ചെറിയ കടകളിൽ ജോലിക്ക് നിന്നിട്ടും പിന്നെ കിട്ടുന്ന ജോലികളൊക്കെ വിസിറ്റിംഗ് വിസയ്ക്കായിട്ടും പോയി കിട്ടുന്ന ചെയ്ത ജോലിയാണെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ടും ഒക്കെ ചെയ്യുന്ന നമ്മുടെ പച്ചപ്പാവം നിഷ്കളങ്കരായ മനുഷ്യർ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടപ്പുറപ്പുകൾ വേസ്റ്റ് എടുക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരുന്ന എൻ്റെ സഹോദരന്മാർ, എൻ്റെ മക്കൾ അത് കൊണ്ടുപോകണ കാണുമ്പോൾ വിഷമിച്ച് നിന്നിട്ടുണ്ട്. ജനലിൻ്റെ ഉള്ളിൽ കൂടി ആണെങ്കിലും മുകളിൽ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ടാണെങ്കിലും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ദുർഗന്ധം വമിക്കുന്ന ആ വേസ്റ്റ് ചിലവർക്ക് കയ്യിൽ ഉണ്ടാവും, ചിലവർക്ക് ഗ്ലൗസും ഉണ്ടാവില്ല, വലിച്ച് വാരി കൊണ്ടുപോകണത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ കുടുംബത്തിലുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് നാളെ സമൂഹത്തിൽ അവരുടെ മക്കൾ ഒരാളുടെ മുൻപിൽ പോയി കൈ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ ചെയ്യുന്നതോ കാലകാലം ത്യാഗമാണ്. അവർ ചെയ്യുന്നൊരു ജോലി, അങ്ങനെ കഷ്ടപ്പെടുന്ന കുറേ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നെഞ്ചു പൊട്ടി ഞാൻ കരഞ്ഞിട്ടുള്ളൊരു കൂട്ടം മനുഷ്യരുണ്ട്. അതാരാന്ന് വെച്ചാൽ, കെട്ടണം ഒക്കെ പണിക്ക് വരൂലേ, മെക്കാട്ട് പണിക്കാർ, പടവുകാർ, തേപ്പുകാർ, വയറിങ്ങുകാർ, ഒരു കയറിൽ തൂങ്ങിക്കിടന്ന് ഏതൊക്കെയോ ഉമ്മപ്പറ്റ മക്കൾ, എൻ്റെ കൂടപ്പുറപ്പുകൾ ഒരു ബക്കറ്റും കൈ പിടിച്ചിട്ട് പെയിൻ്റ് അടിക്കുന്നതും, അവരെ താഴെ നിന്ന് നോക്കിയാൽ കാറിലൊക്കെ പോകുമ്പോഴേ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് കാണുക. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നോക്കിയാൽ ഒരു പൊട്ട് പോലെ കാണുള്ളൂ. അങ്ങനെ ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്ന എൻ്റെ സ്വന്തം കൂടപ്പുറപ്പുകൾ, അതും പ്രവാസിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതും പ്രവാസിയാണ്, ഇതും പ്രവാസിയാണ്. പിന്നൊരു കൂട്ടരുണ്ട്,
അറബികളുടെ എല്ലാ ആട്ടും തൂപ്പും കേട്ട് അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് നിൽക്കുന്ന ഹൗസ് മെയ്ഡുകൾ, ഹോം നേഴ്സുമാർ, ഹൗസ് ഡ്രൈവർമാർ, തോട്ടം പണിക്കാർ, അതിലൊക്കെ കഷ്ടതയിലുള്ളൊരു കൂട്ടരുണ്ട്. ആടിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കൈമയും കെട്ടി ഓരോരോ മരുഭൂമിയിൽ കുറേ ആടുകളും ഈ ഒരു മനുഷ്യരും മാത്രം ജീവിക്കുന്നൊരു കൂട്ടർ. ഇതൊക്കെയല്ലേ മക്കളെ പ്രവാസികൾ? അവരുടെ ആ കഷ്ടപ്പാട്, അവരുടെ ആ വേദന. പ്രവാസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉള്ളവർക്കൊക്കെ അവരൊക്കെ പണക്കാരാണ്. പക്ഷേ എൻ്റെ മുമ്പിൽ എല്ലാ പ്രവാസികളിലും ഒരു 2-3 കാറ്റഗറിയിൽ പെട്ടവർ മുഴുവനും നിസ്സഹായരാണ്, പാവങ്ങളാണ്. പക്ഷേ നമ്മുടെ സ്ത്രീകളോട് എനിക്കൊന്ന് പറയാനുണ്ട്. ഇത് കേൾക്കുന്ന എൻ്റെ പൊന്നനിയത്തിമാർ, പൊന്നുമക്കൾ, എൻ്റെ പൊന്നുമ്മമാർ, ഒന്ന് പറയാനുണ്ട്. ഗൾഫിൽ നിന്ന് വരുന്ന പൈസ കൊണ്ട് അടിച്ചു പൊളിച്ച് റോട്ടിൽ കൂടി വെറും ഷോപ്പിംഗായിട്ട് നടക്കുന്നവർ ഇതൊന്ന് കേൾക്കണം. നമ്മുടെ കൂടപ്പുറപ്പുകൾ ചിലപ്പോൾ ഭക്ഷണം ഒരു ദിവസം അവരൊരു നേരമാണ് കഴിക്കുകയുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു നേരം തന്നെ അവർ കഴിക്കുന്നത് അവരുടെ ശമ്പളത്തിൽ നിന്ന് എത്ര പൈസ കുറയും, എനിക്ക് അടുത്ത മാസം ഇത്ര രൂപ വേണം, അപ്പം ഞാൻ ഇങ്ങനെ കഴിച്ചാൽ അതൊരു ലിസ്റ്റാക്കി അവിടെ വെക്കുകയാണ്. അവർക്ക് ഇത്രേ കഴിക്കാൻ പാടുള്ളൂ, അവരിത്രേ കഴിക്കണുള്ളൂ. അവർക്ക് തുച്ഛമായ ശമ്പളം കിട്ടുന്നത് അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂടെ കിട്ടുകയാണെങ്കിൽ ടിപ്പിട്ട് അതും കൂടി ചേർത്തിട്ടാണ് നാട്ടിലേക്ക് അയക്കുന്നത് നമ്മളെ പ്രവാസികൾ. അവരെ ചൂഷണം ചെയ്യാനും പിഴിയാനും കുറേ ആൾക്കാരും. പ്രവാസികളുടെ വേദന ശരിക്കറിയുന്നവരായി എത്ര ആളുണ്ട് നമ്മുടെ നാട്ടിൽ? ഇവിടെ ഉള്ളവർക്ക് കല്യാണം കൂടാം, കുടിയിരിക്കൽ കൂടാം, ബർത്ത്ഡേ ആഘോഷിക്കാം, ബർത്ത്ഡേക്ക് പോകാം, സദ്യ ഉണ്ണാം, പെരുന്നാൾ കൂടാം. മക്കളെ, പെരുന്നാളിൻ്റെ അന്ന് പട്ടിണി കിടന്നവരെ കണ്ടിട്ടുണ്ടോ? ഭക്ഷണം കിട്ടാതെ. അങ്ങനത്തെ ഒരു ഉണ്ട് നമ്മുടെ പ്രവാസികളിൽ. പ്രവാസി എന്ന് പറയുന്നത് മഹാ ഒരു സംഭവമാണ് കേട്ടോ. 15 കൊല്ലം പ്രവാസിയായിട്ട് 2 കൈയും മലർത്തി പിടിച്ചതേ ഇരിക്കുന്ന കൂരല്ലാതെ ഇന്ന് ഞാനിരിക്കുന്ന പോലെ ഇതുമില്ലാതെയും റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പ്രവാസികളെ നമ്മൾ യൂട്യൂബിൽ കൂടി കണ്ടു. കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു, ഞാനടക്കം. അല്ലേ? ഒന്നേ പറയാനുള്ളൂ, പ്രവാസികളോട് എനിക്കൊന്ന് പറയണം. എല്ലാവരും പൊട്ടന്മാരായി പോവരുത്. നമുക്കും കൂടി വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കടോ. എല്ലാവരും തഴയുമ്പോഴും നമുക്ക് ഇതിപ്പം ഞാൻ ചെയ്ത പോലെ ഉണ്ടോ എവിടെയെങ്കിലും ജീവിച്ചു പോകാം. എല്ലാവരും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു വിഭാഗം മാത്രം ഞാൻ പറയുന്നത്, അത്ര കഷ്ടപ്പാടിൽ പെടുന്നവർ. പക്ഷേ പ്രവാസികളെല്ലാവരും തുല്യ ദുഃഖിതരാണ്. സ്വന്തം മക്കളെ ഒന്ന് കാണാൻ എത്രയോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഒരേ നല്ല ഭക്ഷണങ്ങൾ, നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് നമ്മുടെ വായിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ ഓർക്കും, ആലോചിക്കും. എൻ്റെ കുട്ടിക്ക് കിട്ടിയോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. ശരിയല്ലേ പ്രവാസിയെ? അതാണ് പ്രവാസി. പ്രവാസത്തിൻ്റെ വേദന അറിയുന്നവർക്കേ പ്രവാസി എന്താണെന്ന് അറിയുള്ളൂ. അപ്പം ഞാനിത് വലിച്ചു നീട്ടി കൂടുതലൊന്നും കൊണ്ടുപോകണില്ല. അപ്പോൾ നമ്മുടെ പ്രവാസികളെ എല്ലാവരും ചേർത്ത് പിടിക്കുക. പ്രവാസത്തിന് കഴിയുന്ന എല്ലാവരുടെയും ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും പ്രവാസിക്ക് മുൻഗണന കൊടുക്കുക, അവരെ ബഹുമാനിക്കുക. നാളെ അവർ വരുമ്പോൾ നിങ്ങളാരും അവരെ ഗേറ്റിന് പുറത്തേക്ക് എടുത്തിടല്ലേ. അവിടെ അവർ ജീവിക്കുന്ന ജീവിതം കണ്ടാലേ നിങ്ങൾക്കൊക്കെ അറിയൂ എന്താണ് പ്രവാസം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ മുഷിപ്പിക്കണില്ല. എല്ലാ മക്കൾക്കും, എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും, സഹോദരങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.